നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചൊരു മീൻകറി തയ്യാറാക്കി എടുക്കാം. ഇത് കഷ്ണം മീനാണ്. എന്തെന്ത് പാലമീനെന്നോ അങ്ങനെയുള്ളൊരു മീനിൻ്റെ പേര് വരും. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല മീനാണ്. അപ്പം ഇതൊരു 1/2 കിലോ ഉണ്ട്. നിങ്ങൾക്ക് എത്ര എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും ഒരു ചെറിയൊരു സവാളയുടെ പകുതിയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാളയുടെ പകുതി, വലുതാണെങ്കിൽ 1/4 ഭാഗം മതി. സവാളയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി, ഗോൾഡൻ നിറമൊന്നും ആകണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കുക. തേങ്ങയും കൂടെ ഇതിനകത്തിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ വെള്ളമായി ഒന്ന് മാറ്റിയെടുക്കത്തേ ഉള്ളൂ. ഇനി ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കൈപ്പിടിക്ക് 3 കൈപ്പിടി ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ തേങ്ങയ്ക്ക് അത് ചെറിയതായിട്ട് വെള്ളമായി ഒന്ന് മാറിയത് റോസ്റ്റായിട്ട് വരണ്ട കേട്ടോ. റോസ്റ്റാകുകയും വേണ്ട, എൻ്റെ പച്ച ഒരു വെള്ളമയം കാണുമല്ലോ, അതൊന്ന് മാറിയാൽ മതി. ഇതിപ്പോൾ ഓഫ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് തണുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സർ ജാറിട്ട് അരച്ചെടുക്കണേ. തേങ്ങ ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി വെക്കേണ്ട ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ അരച്ചപ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുത്തതാണ്. അപ്പം ഒരു 2-3 മണി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് പൊട്ട് വരുമ്പോൾ ഇച്ചിരി കറിവേപ്പിലയും അതുതന്നെ ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് വഴറ്റി കൊടുക്കണേ. ഒത്തിരി മുരിഞ്ഞ് വരണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാവേ. ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. മിക്സി കഴുകി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുടംപുളി നമ്മൾ ചെറിയ 2 കഷ്ണമായിരുന്നു വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിരുന്നതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. അതിൽ ഉപ്പും എല്ലാം കറക്റ്റാണോ നോക്കിയെടുക്കുക. ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണേ. ഇത് ഇളക്കി കൊടുത്ത് നമുക്കിത് തിളച്ച ശേഷം മാത്രമേ മീൻ കഷ്ണം ഇടാവൂ. 2-3 മിനിറ്റ് തിളച്ച ശേഷം നമുക്ക് മൂടി വെക്കാം. നന്നായിട്ട് വെട്ടി തിളച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് വെച്ച് നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. കുറേ നേരം മീൻ കഷ്ണം ഇട്ട് വെച്ചാൽ മീൻ പൊടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ്. അതിനകത്തോട്ട് 2 പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി എണ്ണ തെളിയുന്നതിന് വരെ നിന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് 10 മിനിറ്റ് മതി വേകാനേ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് വെന്ത് ഓഫ് ചെയ്തപ്പോൾ വേണ്ട എണ്ണ തെളിഞ്ഞ് വരണം. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇനിയും കടുകൊന്നും തളിക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ